ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടു മക്കളുടെ പിതാവാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണിപ്പോൾ ചർച്ചയിൽ ഇടം പിടിക്കുന്നത്. വീക്ക്ലി ബ്ലിറ്റ്സ് എന്ന ഓൺലൈൻ മാഗസിനിൽ ലേഖനം വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അഥവാ രാഹുൽ വിൻസിയുടെ ദുരൂഹമായ ജീവിതവും അവിഹിത ബന്ധങ്ങളും കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായുള്ള ബന്ധത്തിൽ ന്യാക് വിൻസി എന്ന 19-കാരനായ ആൺകുട്ടിയും 15-കാരി മിനിക് വിൻസി എന്നിങ്ങനെ രണ്ട് മക്കളുമുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ഈ ലേഖനത്തിന്റെ പേരിൽ ഇനി എന്തൊക്കെ പുകിലാണ് സംഭവിക്കാൻ പോകുന്നതെന്നത് കണ്ടു തന്നെ അറിയണം. ഇത് ഓൺലൈനിൽ നിന്ന് നീക്കം ചെയ്തേക്കാം. ഓൺലൈനെതിരെ മാനനഷ്ട കേസ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇതിലെ വസ്തുതകൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. സലാഹുദ്ദീൻ ഷൊഹൈബ് ചൗധരി എന്ന ആളാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ബ്ലിറ്റ്സ് എക്സ്ക്ലൂസീവായി ഇന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടി നേതാവുമാണ്. തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങളും ചില വസ്തുതകളും അർത്ഥസത്യങ്ങളും വെച്ച് ഒരു വിദേശ മാധ്യമം ഇങ്ങനെ ലേഖനമെഴുതുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ ഏജൻസികളെ വെച്ച് സർക്കാർ ദേശീയവും അന്തർദേശീയവുമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് അഭിപ്രായം. കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ളയാളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭൂതകാലവും ദുരൂഹമായ ജീവിതവും ഉണ്ടെങ്കിൽ ഇതറിയാവുന്ന പല വിദേശ രാജ്യങ്ങളും നാളെ രാഹുലിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇന്ത്യയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇനി മറിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ആരോപണ വിമുക്തനാക്കേണ്ട ഉത്തരവാദിത്വവും ഈ മാസികയ്ക്കെതിരെ നിയമ നടപടിയെടുക്കേണ്ട ബാധ്യതയും ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കുണ്ട്. കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഈ വാർത്തയോ വിഷയമോ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇവിടുന്ന് പാർലമെന്റ് കണ്ട 18 എംപിമാരിൽ ആരെങ്കിലും ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്യുമെന്ന വിശ്വാസവുമുണ്ട്. രാഹുൽ ഗാന്ധി INCയുടെ അനന്തരാവകാശിക്ക് പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന ഇരുണ്ട രഹസ്യങ്ങളുടെ അനാവരണം എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലേഖനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രാഷ്ട്രീയ രാജവംശത്തിന്റെ പിന്മുറക്കാരനായ രാഹുൽ ഗാന്ധി തന്റെ പൊതുപ്രവർത്തനത്തിനും സ്വകാര്യ ജീവിതത്തിനും ഏറെക്കാലമായി ശ്രദ്ധാകേന്ദ്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു ദീർഘവീക്ഷണമുള്ള നേതാവായി ചിത്രീകരിക്കാൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും സത്യം കൂടുതൽ സങ്കീർണവും അസ്വസ്ഥവുമാണ്. മിനുക്കിയ പുറംഭാഗത്തിന് താഴെ ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ അർഹതയുള്ള ഇരുണ്ട രഹസ്യങ്ങളുടെയും പറയാത്ത കഥകളുടെയും ഒരു വലയുണ്ട്. തങ്ങളുടെ രാജ്യത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള അവരുടെ ധാരണയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ. തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും ഗാന്ധി രാജവംശത്തിന്റെ പിൻഗാമിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായി പകപോക്കില്ല. ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു രാജ്യത്തിന്റെ ഭാവി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള പറയാത്തതും അറിയപ്പെടാത്തതുമായ വസ്തുതകൾ, അവർ ഞെട്ടിപ്പിക്കുന്നതോ ഇരുണ്ടതോ ആയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാലും ആ രാജ്യം, പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ആയിരിക്കുമ്പോൾ, ഒരു മതേതര വ്യക്തി എന്ന നിലയിൽ മോത്തിലാൽ നെഹ്റുവിന്റെ ഇരട്ട വിവാഹം, ബ്രിട്ടീഷ് വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റനുമായുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ വിവാഹേതര പ്രണയവും ശാരീരികവുമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മുൻകാല ബന്ധങ്ങൾ എന്നിവയിൽ എനിക്ക് നിസ്സംഗതയുണ്ട്. ഇവ എല്ലാവർക്കും സുപരിചിതമാണ്. ഈ ലേഖനത്തിൽ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ അർഹതയുള്ള ഞെട്ടിപ്പിക്കുന്നതും ഇരുണ്ടതുമായ ധാരാളം രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന രാഹുൽ ഗാന്ധിയാണ്. ട്രിനിറ്റി കോളേജിലെ ഒരു മുൻ സഹപാഠി രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പങ്കുവച്ചു: രാഹുൽ വളരെ സൗഹാർദ്ദപരമായ വ്യക്തിയാണ്. അവൻ സ്വഭാവത്താൽ അങ്ങേയറ്റം മതേതരനാണെന്ന് നമുക്കറിയാം. വറുത്ത ബേക്കണും ബീഫ് സ്റ്റിക്കും അവൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി പൂർണ്ണമായും പാശ്ചാത്യമാണ്. അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നയാളാണെന്ന് ഞങ്ങൾക്കൊരിക്കലും തോന്നിയിട്ടില്ല. സമാനമായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ മറ്റ് 4 അധ്യാപകരെങ്കിലും പിന്തുണച്ചു. രാഹുലിന്റെ പ്രണയവും വിവാഹ സാധ്യതയും ഉൾപ്പെടെയുള്ള വ്യക്തി ജീവിതങ്ങളെക്കുറിച്ച് പലരും ആശയക്കുഴപ്പത്തിലായപ്പോൾ ബ്ലിറ്റ്സിൽ നിന്നുള്ള ഒരു സംഘം ഒന്നിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കാര്യങ്ങളിൽ വിപുലമായ അന്വേഷണം നടത്തി. ശക്തമായ തെളിവുകൾ നൽകുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്നത് വ്യക്തമാണ്. പകരം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അഹിന്ദു സ്ത്രീകളോടാണ് അദ്ദേഹം എന്നും ആകർഷിക്കപ്പെടുന്നത്.
വിദ്യാർത്ഥി വർഷങ്ങളിൽ നിരവധി ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകളുമായി രാഹുൽ ഗാന്ധിക്ക് ഹ്രസ്വമായ പ്രണയബന്ധം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരുതരമായ ബന്ധം നോയൽ സഹേർ എന്ന അഫ്ഗാൻ സ്ത്രീയുമായാണ്. അവൾ നോയൽ രാജകുമാരി എന്നറിയപ്പെടുന്നു. അവളുടെ പിതാവ് പ്രിൻസ് മുഹമ്മദ് ദാവൂദ് പഷ്തൂൺയാർ ഖാൻ എസ്തക്ലാൻ ഹൈസ്കൂളിലും കാബൂളിലെ മിലിറ്ററി അക്കാദമിയിലുമാണ് വിദ്യാഭ്യാസം നേടിയത്. റോയൽ അഫ്ഗാൻ എയർഫോഴ്സിൽ 2ാം ലഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട അദ്ദേഹം പിന്നീട് സിവിൽ ഏവിയേഷൻ പൈലറ്റായി. നോൾ രാജകുമാരിയുടെ അമ്മ ഫാത്തിമ അരീഫ് സഹർ എന്നും അറിയപ്പെടുന്ന ഫാത്തിമ ബീഗം രാജകുമാരി 2005 മുതൽ റോമിലെ അഫ്ഗാൻ എംബസിയിൽ ഫസ്റ്റ് സെക്രട്ടറിയായും പിന്നീട് റോമിലെ അഫ്ഗാൻ ചാർജ് ഡി അഫയേഴ്സായും സേവനമനുഷ്ഠിച്ചു. 2007 USSRലെ മുൻ അഫ്ഗാൻ അംബാസിഡറായിരുന്ന ജനറൽ സർദാർ മുഹമ്മദ് അരീഫ് ഖാന്റെ മകളാണ്. സംശയാസ്പദമായ ഒരു പ്രശസ്ത മാനേജ്മെന്റ് കമ്പനിയുടെ ഇടപെടൽ മൂലമാകാൻ സാധ്യതയുള്ളതിനാൽ നോയൽ രാജകുമാരിയുമായുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രണയബന്ധം വിശദീകരിക്കുന്ന ഒരു ലേഖനത്തിന്റെ ലിങ്ക് ITI ടൈംസ് നീക്കം ചെയ്തു. അതുപോലെ 2012 ദി സൺഡേ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ച മറ്റൊരു റിപ്പോർട്ടും നീക്കം ചെയ്തിട്ടുണ്ട്. 1993 മുതൽ 1973 വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച അഫ്ഗാൻ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകളാണ് നോയൽ സഹർ രാജകുമാരി. നോയൽ രാജകുമാരിയുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ബന്ധം അവസാനിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അയാളുമായി പ്രണയത്തിലാകുന്ന സ്ത്രീകളോട് അദ്ദേഹം അതാണ് ചെയ്യുന്നത്. നോയൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിയറ്റിലേക്ക് പരിവർത്തനം ചെയ്തു. ഇസ്ലാം ഉപേക്ഷിച്ച് കത്തോലിക്ക ആചാരങ്ങൾ പിന്തുടരുന്ന വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി അവർ വിശദീകരിച്ചു. സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. മറ്റൊരു സ്രോതസ് അനുസരിച്ച് ഗർഭിണിയായപ്പോൾ രാഹുലും നോലും തമ്മിലുള്ള ബന്ധം വഷളായി. ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ ഗാന്ധി നിർബന്ധിച്ചു. അത് നോളിനെ വല്ലാതെ വേദനിപ്പിച്ചു. രാഹുലിനെ ഒരു വഞ്ചകനായി കണ്ട അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നോയൽ സഹർ രാജകുമാരി സന്തോഷം കണ്ടെത്തുകയും ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ 2013 വിവാഹം കഴിക്കുകയും ചെയ്തു. നോയൽ സഹർ രാജകുമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ലഭിച്ചില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ട്രിനിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കൊളംബിയൻ മയക്കുമരുന്ന് കാർട്ടൽ നേതാവിന്റെ മകളായ വെറോണിക് കാർട്ടലുമായി രാഹുൽ ഗാന്ധി പ്രണയത്തിലായി. 2000 അവരുടെ ബന്ധം അവസാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നെങ്കിലും 2004 ഇന്ത്യൻ എക്സ്പ്രസ് പത്രപ്രവർത്തക വൃന്ദ ഗോപിനാഥുമായുള്ള അഭിമുഖത്തിൽ തന്റെ കാമുകിയുടെ പേര് വെറോണിക് എന്നാണെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചു. എങ്കിലും അവൻ അവളെ സ്പാനിഷ് വംശജയും തൊഴിൽപരമായി ഒരു വാസ്തുശില്പിയുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിശേഷിപ്പിച്ചു. സ്പാനിഷ് ഔദ്യോഗിക ഭാഷയായ കൊളംബിയയിൽ നിന്നാണ് അവൾ സ്പാനിഷ് വംശജയാണെന്ന് അവകാശപ്പെടുന്നതിലൂടെ കാർട്ടലിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറയ്ക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിരിക്കാം. വെറോണിക് കാർട്ടലി ജന്മന സ്പാനിഷ് പൗരനല്ലെന്ന് സ്പെയിനിലെ ഞങ്ങളുടെ ഉറവിടങ്ങൾ സ്ഥിരീകരിച്ചു. 1998 രാഹുലിന്റെ അമ്മയുടെ കന്നി റാലിക്കായി ഡൽഹിയിലെത്തിയപ്പോൾ വെറോണിക് കാർട്ടലിയും രാഹുലിനൊപ്പം പരസ്യമായി കണ്ടിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് പലതവണ ഒരുമിച്ച് കണ്ടിരുന്നെങ്കിലും അടുത്തിടെ വിദേശ രാജ്യങ്ങളിൽ വളരെ വിവേകത്തോടെയാണ് ഇവർ കണ്ടുമുട്ടുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ച് കണ്ടു. തങ്ങളുടെ താമസ സമയത്ത് രാഹുൽ ഗാന്ധിയും വെറോണിക് കാർട്ടലിയും തങ്ങൾ പങ്കാളികളാണെന്ന് അവകാശപ്പെട്ട് ഒരേ മുറിയിൽ കിടക്കുകയും പങ്കിട്ടു. കാർട്ടലിക്ക് വളരെ വിലയേറിയ ഒരു ഡയമണ്ട് മോതിരം ഉണ്ടായിരുന്നു. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി കൂടുതൽ മറയ്ക്കാൻ കാർട്ടലി ഇടയ്ക്കിടെ ജുവാനിറ്റ വിഞ്ചി എന്ന അപരനാമത്തെ ഉപയോഗിക്കുന്നതായും വെളിപ്പെട്ടു. ആൻഡമാനിൽ താമസിക്കുമ്പോൾ രാഹുൽ വിഞ്ചിയും വെറോണിക് കാർട്ടലിയും ഹോട്ടൽ മുറിയിൽ കൊക്കെയിൻ ഉപയോഗിക്കുന്നത് കണ്ടതായി മറ്റൊരു ഉറവിടം അവകാശപ്പെടുന്നു. 2019 ഏപ്രിൽ രാഹുൽ ഗാന്ധി രാഹുൽ വിഞ്ചി എന്ന ഓമനപ്പേരാണ് ഉപയോഗിക്കുന്നതെന്നും വെറോണിക് കാർട്ടലിയിൽ അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ടെന്നും വെളിപ്പെടുത്തി. ഇപ്പോൾ 19 വയസ്സുള്ള ഒരു ആൺകുട്ടിയായ നയക് വിഞ്ചിയും ഇപ്പോൾ 15 വയസ്സുള്ള മിനിക് വിഞ്ചിയും രാഹുലും കാർട്ടലിയും തങ്ങളുടെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികൾ അവരുടെ പിതാവിന്റെ കുടുംബപ്പേര് വിഞ്ചിയാണ്. 2003 കാമുകി ജുവാനിറ്റയ്ക്കൊപ്പം കോട്ടയത്തിനടുത്ത് കുമരകത്തെ റിസോർട്ടിൽ താമസിച്ചതിന് രാഹുലിനെതിരെ ദുരാചാരക്കടത്ത് നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകനും വിരമിച്ച പ്രൊഫസറുമായ ജോൺ എം ഇട്ടി നിവേദനം നൽകിയതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. വിവാഹിതരായിട്ടില്ലെങ്കിലും രാഹുലും ജുവാനിറ്റയും കായൽ തടാക റിസോർട്ടിൽ 3 ദിവസത്തോളം ഒരുമിച്ച് താമസിച്ചിരുന്നുവെന്ന് ഹർജിക്കാരൻ പറഞ്ഞു.
രാഹുൽ വിഞ്ചിയുടെ രേഖകളില്ലാത്ത ഭാര്യ വെറോണിക്ക കാർട്ടല്ലി എന്ന ജുവാനിറ്റ വിഞ്ചിയിൽ നിന്ന് അവളുടെ കുട്ടികളുടെ ജീവശാസ്ത്രപരമായ പിതാവായ നയാക് വിഞ്ചിയുടെയും മിനിക് വിഞ്ചിയുടെയും വ്യക്തിത്വങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ലഭിച്ചില്ല. അതേസമയം വെറോണിക് കാർട്ടല്ലിയുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ബന്ധത്തെക്കുറിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിൽ ചില മാധ്യമങ്ങൾ അവർ കാർട്ടല്ലിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ചു. ഈ സ്ത്രീ യഥാർത്ഥത്തിൽ സ്പാനിഷ് അഭിനേതാവും രാഷ്ട്രീയ ശാസ്ത്രജ്ഞനുമായ നതാലിയ റാമോസ് ആണെന്ന് പിന്നീട് വെളിപ്പെട്ടു. നതാലിയ റാമോസ് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടു. അദ്ദേഹത്തെ വാക്ചാതുര്യമുള്ള ഉൾക്കാഴ്ചയുള്ള എന്ന് പ്രശംസിച്ചു. രാഹുലിനെയും മറ്റ് ബുദ്ധിമാനായ ചിന്തകരെയും കാണാനുള്ള അവസരം ലഭിച്ചതിൽ താൻ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്നും റാമോസ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. 2007 പുറത്തിറങ്ങിയ ബ്രാഡ്സ് എന്ന ചിത്രത്തിലെ യാസ്മിൻ എന്ന കഥാപാത്രത്തിലൂടെയും 2011 നിക്കലോഡിയൻ ടെലിവിഷൻ പരമ്പരയായ ഹൗസ് ഓഫ് അനൂബിസിലെ നീന മാർട്ടിൻ എന്ന കഥാപാത്രത്തിലൂടെയുമാണ് നതാലിയ റാമോസ് അറിയപ്പെടുന്നത്. പ്രൈമ ജെയുടെ സിംഗിൾ റോക്ക് സ്റ്റാർ എന്ന സംഗീത വീഡിയോയിലും അവർ പ്രത്യക്ഷപ്പെട്ടു. നതാലിയ റാമോസിന്റെ അമ്മ ഓസ്ട്രേലിയക്കാരിയാണ്. അവളുടെ പിതാവ് സ്പാനിഷ് പോപ്പ് ഗായകൻ ജുവാൻ കാർലോസ് റാമോസ് വക്കോറയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജ് നാമമായ ഇവാൻ. സ്പെയിനിലെ മാഡ്രിഡിൽ ജനിച്ച റാമോസ് ഒരു ജൂത കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അമേരിക്കയിലാണ് താമസം. രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള നതാലിയയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സംഭാഷണത്തിനിടെ ഗാന്ധിയുടെ പരാമർശങ്ങളെ ചിലർ അഭിനന്ദിച്ചപ്പോൾ മറ്റുള്ളവർ UC ബെർക്ലിയിലെ അദ്ദേഹത്തിന്റെ രാജവംശ രാഷ്ട്രീയം എന്ന പരാമർശത്തിന് അദ്ദേഹത്തെ ട്രോളി. അടുത്തിടെ ഒരു വീഡിയോ നതാലിയ റാമോസിനെ രാഷ്ട്രീയ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു വിശ്വസനീയമായ ഉറവിടം അവകാശപ്പെടുന്നത് രാഹുൽ ഗാന്ധി അവളുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്നും US ക്യാപിറ്റലിലെയും മറ്റിടങ്ങളിലെയും സ്വാധീനമുള്ള വ്യക്തികളുമായി നെറ്റ്വർക്കിങ്ങിലൂടെ ഫലപ്രദമായ ഉപകരണമായി നതാലിയെ ഉപയോഗിക്കുന്നു എന്നാണ്. അതുപോലെ മാധ്യമ സ്ഥാപനങ്ങളുമായി. 2019 മെയ് 27 ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായ സുബ്രഹ്മണ്യൻ സ്വാമി ട്വീറ്റ് ചെയ്തു. രാഹുൽ വിഞ്ചി ഇറ്റാലിയൻ ബ്രിട്ടീഷുകാർ എന്നിവ കൂടാതെ 2 ഇന്ത്യൻ പാസ്പോർട്ടുകളുള്ള ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് മാത്രം ഈ ലീഡ് പിന്തുടർന്ന് $250,000 നിക്ഷേപിച്ച അദ്ദേഹം വാങ്ങിയ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിൽ രാഹുൽ വിഞ്ചിക്ക് പൗരത്വമുണ്ടെന്ന് ബ്ലിറ്റ്സിലെ അന്വേഷണ റിപ്പോർട്ടർമാർ കണ്ടെത്തി. ഞങ്ങൾ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ചൈന, ഇറാൻ, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ വ്യക്തികൾക്കും പാകിസ്ഥാനിൽ നിന്നുള്ള അഴിമതിക്കാരായ വ്യക്തികൾക്കും സാമ്പത്തിക കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന ലാ വിഞ്ചി കാർട്ടല്ലി എന്ന കമ്പനിയുടെ അസ്തിത്വവും ഞങ്ങൾ കണ്ടെത്തി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലാ വിഞ്ചി കാർട്ടല്ലി ഒരു മയക്കുമരുന്ന് അന്തർവാഹിനി അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു അജ്ഞാത സ്രോതസ് പരാമർശിച്ചു. അവിടെ കമ്പനി മിയാമിയിലെ രഹസ്യ ഓഫീസിൽ നിന്ന് കൊളംബിയൻ നാർക്കോ ചരക്കുകളുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നു. രാഹുൽ വിഞ്ചിയും രേഖകളില്ലാത്ത ഭാര്യ വെറോണിക് കാർട്ടല്ലി ജുവാനിറ്റ വിഞ്ചിയും ഈ കമ്പനിയുടെ ഉടമകളാണോ എന്ന് ഞങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ പൗരനാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരനാണെന്ന് അവകാശപ്പെട്ട് 2024 ഓഗസ്റ്റ് 10 സുബ്രഹ്മണ്യൻ സ്വാമി ട്വീറ്റ് ചെയ്തു. ബ്രിട്ടീഷ് പൗരനെന്ന നിലയിൽ ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ വാർഷിക റിട്ടേൺ ആണിതെന്ന് സ്വാമി തന്റെ ട്വീറ്റിൽ കുറിച്ചു. നടപടിയെടുക്കാതിരിക്കാൻ മോദിയെ സോണിയ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഓൺലൈനിൽ നിന്ന് ലഭ്യമായ ഡേറ്റ അനുസരിച്ച് ബാക്കോപ്സ് ലിമിറ്റഡ് സ്ഥാപിതമായത് 2003 ഓഗസ്റ്റ് 21 കമ്പനി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ലോബിയിങ് സ്ഥാപനമായി പ്രവർത്തിക്കുന്നു. ഇത് ഭാവി വിദേശികൾക്ക് ബിസിനസ് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കിക്ക് ബാക്കുകൾക്ക് പകരമായ സ്ഥാപനങ്ങൾ. കമ്പനിയിലെ മറ്റൊരു പങ്കാളി ഉൾഡ്രിക് മക്നൈറ്റ് എന്ന അമേരിക്കൻ പൗരനാണ്. മുൻ ഡയറക്ടർ ബ്രയാൻ ലവ്ഗ്രോവ് എന്ന ബ്രിട്ടീഷ് പൗരനായിരുന്നു. സംശയാസ്പദമായി ലവ്ഗ്രോവിന്റെ ജനന തീയതി പരാമർശിച്ചിട്ടില്ല. ഈ കമ്പനിയുടെ അസ്തിത്വം അറിഞ്ഞതോടെ 2007 രാഹുൽ ഗാന്ധി നിശബ്ദമായത് പിരിച്ചുവിട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ UK സ്ഥാപനമായ ബക്കോപ്സ് ലിമിറ്റഡിന്റെ ക്രോ പ്രൊമോട്ടർ UPA ഭരണത്തിൽ UK പ്രതിരോധ ഓഹരികൾ ഏറ്റെടുത്തതായി ബിസിനസ് ടുഡേ ഒരു റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. 2003 2009 ഇടയിൽ 65% ഓഹരികൾ രാഹുൽ ഗാന്ധിയുടെ ഉടമസ്ഥതയിലുള്ള ബാക്കോപ്സ് UKയുടെ 35% സഹ ഉടമയായിരുന്നു ഉൾഡ്രിക് മക്നൈറ്റ്. 2011 സ്കോർപിയൻ അന്തർവാഹിനികൾക്കെതിരെ ഫ്രഞ്ച് പ്രതിരോധ വിതരണക്കാരായ നേവൽ ഗ്രൂപ്പിൽ നിന്ന് ഓഫ്സൈറ്റ് കരാറുകൾ മക്നൈറ്റ് പിന്നീട് സ്വന്തമാക്കി.
രാഹുലിന്റെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വദ്ര സഹ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ബക്കോപ്പ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സമാനമായ പേരുള്ള ഒരു കമ്പനിയുമായും രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു. 2004 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ ഇന്ത്യൻ സ്ഥാപനത്തിൽ തനിക്ക് 83% ഓഹരിയുണ്ടെന്നും അതിൽ 2,50,000 ഇന്ത്യൻ രൂപ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. 2002 സംയോജിപ്പിച്ച ഈ കമ്പനി പിന്നീട് പിരിച്ചുവിടപ്പെടുകയും 2010 ജൂണിൽ അതിന്റെ അവസാന റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും ഫ്രഞ്ച് പ്രതിരോധ കമ്പനി നൽകിയ ഓഫ്സൈറ്റ് കരാറുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ മുൻ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിന്റെ ഭാവി കമ്പനികളും നേട്ടമുണ്ടാക്കി. 2011 അതിന്റെ ഓഫ്സൈറ്റ് ബാധ്യതകളുടെ ഭാഗമായി ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാണ കമ്പനിയായ നേവൽ ഗ്രൂപ്പ് മുംബൈയിലെ മസഗോൺ ഡോക്കിൽ നിർമ്മിക്കുന്ന സ്കോർപിയൻ അന്തർവാഹിനികളുടെ നിർണായക ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിശാഖപട്ടണം ആസ്ഥാനമായുള്ള ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടിരുന്നു. ഏകദേശം 200 ബില്യൺ രൂപയുടെ കരാറിന് കീഴിൽ 6 സ്കോർപിയൻ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിന് MDLയുമായി പ്രവർത്തിക്കാനുള്ള കരാറിലാണ് ഫ്രഞ്ച് സ്ഥാപനം ഒപ്പുവെച്ചത്. അതേ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്ഥാപനമായ ഫ്ലാഷ് ഫോർജ് UK ആസ്ഥാനമായുള്ള ഒപ്റ്റിക്കൽ ആർമർ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുത്തു. അടുത്ത വർഷം 2012 നവംബറിൽ 2 ഫ്ലാഷ് ഫോർജ് ഡയറക്ടർമാർക്ക് ഒപ്റ്റിക്കൽ ആർമർ ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനം നൽകി. 2012 നവംബർ 8 ഈ 2 വ്യക്തികളും UK കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത ദിവസം ഉൾറിക് മക്നൈറ്റിനും കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം നൽകി. 2014 ഒപ്റ്റിക്കൽ ആർമർ നടത്തിയ ഫയലിംഗുകൾ പ്രകാരം മക്നൈറ്റിന് 4.9% ഓഹരികൾ കമ്പനി അനുവദിച്ചു. ബാക്കോപ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രേഖകൾ ഞങ്ങൾ പരിശോധിച്ചു. രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചു. 2019 മെയ് 3 രജിസ്റ്റർ ചെയ്ത അതേ പേരിലുള്ള മറ്റൊരു കമ്പനിയും ഞങ്ങൾ കണ്ടെത്തി. ഈ കമ്പനി അതിന്റെ മുൻഗാമിയെപ്പോലെ മാനേജ്മെന്റ് കൺസൾട്ടൻസി പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്കാരായ മാർക്കൂസ് സിബിയും സോണി സെബാസ്റ്റ്യനും ഈ കമ്പനിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 2 ഇന്ത്യൻ പൗരന്മാരുമായി രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി ഈ പുതിയ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മുൻ ലേഖനത്തിൽ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയെ ശ്രദ്ധേയമായ ഗുണങ്ങളുള്ള ഒരു നേതാവായി ചിത്രീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടും തെളിവുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. 2005 മാർച്ച് 3 മുതലുള്ള ഒരു രഹസ്യ കേബിൾ US അധികാരികൾ അദ്ദേഹത്തെ ഒരു അലർച്ചയുള്ള നേതാവായി കാണുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. ഇത് ഇന്ത്യയുടെ ഭാവിയെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള പറയാത്ത രഹസ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊന്നിൽ നേതൃത്വത്തിന് അനുയോജ്യമാണോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതാണ് ലേഖനത്തിന്റെ പൂർണ്ണരൂപം.